العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله عليه وسلم. ബഹുമാന്യരായ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കളനുസരിച്ച് ജീവിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഫോട്ടോ അല്ലെ അദ്ദേഹത്തിന്റെ ചിത്രം വളരെ വികൃതമായ രൂപത്തിൽ, മോശമായ രൂപത്തിൽ ഡെൻമാർക്കിലെ ചില പത്രങ്ങൾ വീണ്ടും സ്വീകരിച്ചിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുക, കളിയാക്കുക, ഇസ്ലാമിനെ സമൂഹത്തിൽ മോശമായി കാണിക്കുക, ഇതാണ് ഈ ചിത്രങ്ങളുടെ പ്രസിദ്ധീകരണം കൊണ്ട്, പ്രവാചകനെ മോശമാക്കി ഇത്തിരിക്കുന്നത് കൊണ്ട് അവർ ആഗ്രഹിക്കുന്നു. ഈ പ്രവണത, പ്രവാചകന്മാരെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുക എന്ന ഈ പ്രവണത ഇന്നോ ഇന്നലെ ആരംഭിച്ചല്ല. വളരെ മുമ്പ് മുതൽ തന്നെ പ്രവാചകന്മാരെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഈ സ്വഭാവം ആ സമൂഹത്തിൽ നിലനിന്നിരുന്നു. പ്രവാചകനോട് കാണിക്കേണ്ട ആദരവും ബഹുമാനവും അദ്ദേഹത്തെ പിന്തുടർന്ന് ജീവിക്കുകയും ചെയ്തതിന് പകരം ദേഹത്തെ കടിമപ്പെട്ടുകൊണ്ട് സത്യത്തിനെ അംഗീകരിക്കാൻ പ്രയാസമുള്ള ആളുകളാണ്, യാഥാർത്ഥ്യ നേരെ കണ്ണടക്കുന്നവരാണ് പ്രവാചകനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തവർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാർക്കിടയിൽ ഒരു തരത്തിലുള്ള വിഭജനവും കാണിക്കാത്തവരാണ്. എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്നവരാണ്. ഭൂമിയിൽ കഴിഞ്ഞു പോയ, ലോകത്ത് വന്നു കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകരെയും നാം അംഗീകരിക്കുന്നു. ആ പ്രവാചകന്മാർക്കിടയിലൊന്നും യാതൊരു വ്യത്യാസം നമ്മൾ കൽപ്പിക്കുന്നില്ല. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് അവസാനമായി വന്നതാണ്. ഇനി ഒരു പ്രവാചകന്റെ ആഗമനം ലോകത്ത് ഉണ്ടാവുകയില്ല. ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാർഗദർശനം നൽകുക, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്ന ലോകാവസാനം വരെയുള്ള മനുഷ്യന്റെ മാതൃകയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. ആ നബിയുടെ കുറെ പ്രത്യേകതകള്, വിശേഷണങ്ങള് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട, മനുഷ്യന്റെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഉത്തമനായ, ഏറ്റവും നല്ല സ്വഭാവക്കാരനായ, ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള, ജീവിതത്തിൽ ഏറ്റവും അധികം സൂക്ഷ്മത വളർത്തിയ ഒരു വ്യക്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ അഹ്മദ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില രംഗങ്ങൾ പരിശോധിക്കുമ്പോൾ, ഭക്ഷണ കാര്യത്തിൽ ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കലും ഒരു ഭക്ഷണത്തെ ആക്ഷേപിക്കുക എന്ന പ്രവണത അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ഇഷ്ടമെങ്കിൽ തിന്നും, അല്ലെങ്കിൽ തിന്നാതിരിക്കും. ഭക്ഷണത്തെ ആക്ഷേപിക്കുക എന്ന ഒരു സാധാരണ കണ്ടുപിടിക്കുന്ന ഒരു ദുസ്വഭാവം പോലും അദ്ദേഹത്തിൽ കണ്ടിട്ടില്ല. 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായി അനസ് റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ കൂടെ ജീവിച്ച് പ്രവാചകന്റെ ജീവൻ പഠിച്ച അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ ഒരു കാരണവശാലും ഒരു സന്ദർഭത്തിൽ പോലും എന്നെ ആക്ഷേപിക്കുകയോ, എന്നെ ഇത് എന്തിനു വേണ്ടി ചെയ്തു, ഇതെന്താ ചെയ്യാതിരുന്നത്,
എനിക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ എന്ന അർത്ഥത്തിലുള്ള ഒരാക്ഷേപവും പ്രവാചകനിൽ എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല എന്ന് അനുസൃതിയുള്ളതാണ്. എന്താണ് ഇത് മനസ്സിലാക്കി തരുന്നത്? അത്രയും നല്ല സ്വഭാവവും നല്ല വ്യക്തിത്വവും നല്ല ഒരു അവസ്ഥയുമായിരുന്നു പ്രവാചകൻ തന്റെ അനുയായികളോട്, തന്റെ കീഴിലുള്ളവരോട്, തന്റെ സമൂഹത്തോട് പ്രവർത്തിച്ചത്. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത, ഒരു സ്വഭാവം. ഇസ്ലാമിക നിയമത്തിന് എതിരായ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രമേ ഗോപിക്കാറുള്ളൂ. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട്, കുട്ടികളോടും മുതിർന്നവരോടും വലിയവരോടുമല്ലേ സലാം പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട്, എപ്പോഴും വളരെ സമാധാനത്തോടുകൂടി ഏറ്റവും നല്ല ഒരു സ്വഭാവത്തിൽ. ഇതാണ് പ്രവാചകന്റെ സ്വഭാവം. ഇങ്ങനെ ഒരു സ്വഭാവത്തിന്റെ ഉടമയായി മനുഷ്യരുടെ മുന്നിൽ നിലനിൽക്കുന്ന, മനുഷ്യരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കാണുന്ന ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ് വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുകയും, ഇങ്ങനെയുള്ള ഒരു ചരിത്ര പിൻബലമുള്ള ഒരു വ്യക്തിയെ കുറിച്ച് വളരെ മോശമായ രൂപത്തിൽ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുക, കാർട്ടൂണുകളും ചിത്രങ്ങളും വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് അക്രമമാണ്. ലോകത്ത് ഒരു ബുദ്ധിയുള്ള, തന്റേടമുള്ള, കാര്യബോധമുള്ള ഒരു വ്യക്തിക്കോ ഒരു പത്രത്തിനോ ഒരു സമൂഹത്തിനോ അത് സാധ്യമല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പടച്ചതമ്പുരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചത് അള്ളാഹുവിനെ പറയാൻ തൊട്ടുടനെയാണ്. പടച്ചതമ്പുരാനെ പറഞ്ഞാൽ തൊട്ടിടണേ. നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുക, അള്ളാഹിന്റെ പ്രവാചകനെ വിശ്വസിക്കുക, അള്ളാഹുവിനോട് തൊട്ട് ചേർത്തുകൊണ്ട്. അതുപോലെ തന്നെ നാം നമ്മുടെ നമസ്കാരങ്ങളിലും നമ്മുടെ എല്ലാ ആരാധനാകരണങ്ങളിലും നാം അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടിരിക്കും. പ്രവാചകനെ നാം അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഖുർആനിൽ വിശേഷിപ്പിച്ചത് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നവനാണ്, ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവനാണ്, ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്നവനാണ്, ലോകത്ത് അവസാനമായി വന്ന പ്രവാചകനാണ്. ഇതൊക്കെ ഖുർആൻ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചതാണ്. മറ്റു പല പ്രവാചകന്മാരെയും അല്ലാഹു വിളിക്കാറുള്ളത്, അഭിസംബോധന ചെയ്യാനുള്ളത് അതത് പ്രവാചകന്മാരെ പേര് പറഞ്ഞുകൊണ്ടാണ്. നൂഹ്, ഈസ, മൂസ അലൈഹിസ്സലാം മുതലായ ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ചതമ്പുരാൻ അഭിസംബോധന ചെയ്തത് യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ആദരവായിട്ടാണ്. പടച്ചതമ്പുരാൻ വരെ ആദരിക്കുന്ന ഒരു പ്രവാചകനെ ഇങ്ങനെ പരിഹസിക്കുക, കളിയാക്കുക, ജനങ്ങളുടെ മുന്നിൽ താഴടിച്ച് കാണിക്കുക, വികൃതമാക്കി കാണിക്കുക, ഇല്ലാത്ത ലക്ഷണങ്ങൾ സ്വഭാവങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പരിഹാസത്തിൽ അങ്ങേയറ്റത്തതാണ്, ഒരിക്കലും പൊറുപ്പിക്കാൻ കഴിയാത്തതാണ്. അക്രമികളുടെ, ജാഹിലുകളുടെ, ചെമ്മാനികളുടെ പ്രവർത്തനമായിട്ടേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. ഈ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ ചില ബാധ്യതകളുണ്ട്. നാം അള്ളാഹുവിന്റെ റസൂലിനെ സഹായിക്കുക, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ സഹായിക്കുക, ആ സുന്നത്തിനെ നിലനിർത്താൻ വേണ്ടി നാം പ്രവർത്തിക്കുക, അതിനുവേണ്ടി തയ്യാറാവുക. നാളെ മഹ്ശറയിൽ പരലോകത്ത് നമ്മോട് ചോദിക്കുന്നു, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളെന്ത് ചെയ്തു? ഇങ്ങനെ പ്രവാചകൻ മർദ്ദിക്കപ്പെട്ടപ്പോൾ, പ്രവാചകൻ ആക്ഷേപിക്കപ്പെട്ടപ്പോൾ നിങ്ങളെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം പറയാൻ കഴിയും. മാത്രമല്ല, പരലോകത്ത് നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ, പ്രവാചകൻ മുഖേന ലഭിക്കേണ്ട ശഫാഅത്ത് പോലെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുകയില്ലേ? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, ഈ സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങളിൽ നാം അല്ലാഹുവിന്റെ റസൂലിനെ സഹായിക്കുക, പ്രവാചകന്റെ സുന്നത്തിനെ സഹായിക്കുക എന്ന ഒരു ബാധ്യത നമ്മിലുണ്ട്. ഈ ബാധ്യത ഒരു കാരണവശാലും നമ്മിൽ ഒഴിവാകുന്നില്ല. നമ്മൾ കൂട്ടത്തിൽപ്പെട്ട എല്ലാവരും ഓരോരുത്തരും കഴിവനുസരിച്ച്, വിദ്യാർത്ഥിയാവട്ടെ, അധ്യാപകനാവട്ടെ, കച്ചവടക്കാരനാവട്ടെ, ഉദ്യോഗസ്ഥനാവട്ടെ, ഭരണാധികാരിയാവട്ടെ, പണ്ഡിതനോ പാമരനോ ആരായിരുന്നാലും ഓരോരുത്തർക്കും അവരവരുടെ കഴിവനുസരിച്ച് ഒരു മസ്ഊലിയത്ത്, ഒരു ഉത്തരവാദിത്വം, ഒരു ബാധ്യത ഓരോരുത്തർക്കുണ്ട്. ആ ബാധ്യത നിർവഹിച്ച് ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ നമുക്ക് സമാധാനിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്നവർക്ക് അതിനെതിരെ ഞങ്ങൾ ശബ്ദിച്ചിരിക്കുന്നു, പ്രതികരിച്ചിരിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് അത്തരത്തിലുള്ള ഒരവസ്ഥയിൽ ഒരു പ്രാർത്ഥന മനസ്സെങ്കിലും പ്രവാചകനെ ആക്ഷേപിക്കുന്നവരെ നശിപ്പിക്കണമേ, പ്രവാചകന്റെയും സുന്നത്തിനെയും ഈ നാട്ടിൽ വിജയിപ്പിക്കണമേ എന്നൊരു പ്രാർത്ഥന നമ്മൾ നടത്തേണ്ടതുണ്ട്. അത് മാത്രം പോരാ, ആരാണോ ഈ പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ, അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങളെ,
ഒറ്റവാക്കിൽ പറഞ്ഞാൽ പേരെടുത്ത് പറഞ്ഞാൽ ബെന്മാർ എന്ന് പറയുന്ന